നമസ്തേ. രത്നങ്ങളും പ്രകൃതിയും മനുഷ്യനെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. രത്നങ്ങളും പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള കൂടിച്ചേരലും വിശേഷങ്ങളുമായി രത്നശാസ്ത്ര. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. രത്നശാസ്ത്രയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ബർത്ത് ടൈമോ അറിയത്തില്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളൊരു രത്നനിർണയത്തിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്കൊരു രത്നം ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സംസാരിച്ചത്. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ സൂര്യൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വരുന്ന കാര്യങ്ങൾ, പ്രൊഫഷൻസ് കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ ഒന്ന് രണ്ട് പ്ലാനറ്റ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കാര്യം തന്നെയായിരുന്നു. അത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്ക് ഒരു കുറച്ച് ആൾക്കാർക്കെങ്കിലും, പഴയ ആൾക്കാരിൽ പലർക്കും ടൈം ഓഫ് ബർത്ത് ഒന്നും കറക്റ്റ് ഇല്ല, കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈം ഓഫ് ബർത്ത് ഇല്ല. എസ്പെഷ്യലി ഇപ്പം നമ്മൾ GCCയിലൊക്കെ ഉള്ള പലർക്കും ഈ പാസ്പോർട്ടിനകത്ത് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാർ പലപ്പോഴായിട്ടും ടൈം ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ല എന്ന് പറഞ്ഞാണ് പലരും വരാറ്. മെജോറിറ്റി ആൾക്കാർക്കും അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എല്ലാവരും കൃത്യസമയം, അതിന് ജാതി മത ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ല, കൃത്യമായിട്ട് ടൈം ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഒരു കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കുറച്ച് ഈസിയാണ്. ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം, സ്റ്റോണിലേക്ക് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇതല്ലാതുള്ളൊരു മെത്തേഡെന്ന് പറയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും അറിയില്ല, ഒരു ഇയർ നിശ്ചയമില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മളിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നിട്ട്, നമുക്ക് ഫോണിലോ വാട്സാപ്പിലൂടെ പറ്റില്ല, ഡയറക്റ്റ് സംസാരിച്ചാൽ കൃത്യമായിട്ട് അവരുടെ പ്രൊഫഷൻ ഏത് ലൈനിൽ നിൽക്കുന്നു എന്നുള്ളത് ആസ്പദമാക്കിയിട്ട് ആണ് നമ്മൾ ഈ ഇതിലേക്ക് കിടക്കുന്നത്. അപ്പം പ്രൊഫഷണൽ വരുമ്പോഴത്തേക്കും, പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പബ്ലിക്കിൽ നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ കരിയറിൽ കൂടെയാണ്, ഇല്ലേ? ആണല്ലോ, തീർച്ചയായിട്ടും. പഠനകാലത്ത് പഠിക്കുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായിട്ട് ആൾക്കാർക്ക് ഇന്ന കോളേജിൽ ഇന്ന സ്കൂളിൽ നിന്നൊന്നും പബ്ലിക്കിന് അറിയത്തില്ലല്ലോ, ഇല്ലേ? എൻജിനീയറിങ്ങിന് പഠിക്കുന്നു, മെഡിസിന് പഠിക്കുന്നു, അങ്ങനെയൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേസമയം കരിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്നതാണ്, ഇന്ന കുട്ടി അവൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്നു, ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കരിയറുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ത്രൂ ഔട്ട് നിൽക്കുന്നത്, അല്ലേ? ഒരു 22-23 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എൻ്റെ ജോബിലേക്ക് വരുന്നതും അവൻ പിന്നെ അത് റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന കരിയറിൽ വരണമെങ്കിൽ അത് ഇന്ന ഒരു പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ വരത്തില്ലത്. ഇതാണ് നമ്മൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ, ചൂട്, അതുപോലെ ഗവൺമെൻറ് സർവീസസ് ഒക്കെ സംസാരിച്ചതും നമ്മൾ റൂബി ഫിക്സ് ചെയ്തുമൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാം, നമുക്കിപ്പം ബുധനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മനസ്സിലായില്ല? ബുധൻ എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഗ്രഹം ആണ്. പെട്ടെന്ന് മൗട്ടിസിറ്റി ബാധിക്കുന്ന ഒരു ഗ്രഹം കൂടെയാണത്, അത്ര ക്ലോസായിട്ട് നിൽക്കുന്നത് കൊണ്ട്. മനസ്സിലായില്ല? മിക്കവാറും ചാർട്ടുകളെല്ലാം രവി ബുധ യോഗമാണ്. അതൊരു നിബിഡ യോഗം എന്നും പറഞ്ഞൊരു യോഗവും കൂടെയാണ്. എന്നാൽ പോലും ബുധന് ഒരുപാട് നമ്മളെ എല്ലാ പ്ലാനറ്റ്സിനും ഓരോരോ കാരകത്വങ്ങളുണ്ട്. മനസ്സിലായി? ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ബ്രെയിൻ വർക്കാണ് മെയിൻലി. മനസ്സിലായില്ലേ? ഒരാൾക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതും മനക്കണക്ക് കൂട്ടുന്നതും അതുപോലെ തന്നെ കണക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അക്കൗണ്ടന്റുമാർ, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലുള്ളവർ, ഇൻഷുറൻസ് ഫീൽഡിലുള്ളവർ, എല്ലാം ഒരു കണക്കുമായിട്ട് കണക്റ്റഡ് ഈ പ്രൊഫഷനെല്ലാം, അല്ലേ? അതുപോലെ നല്ല ആർക്കിടെക്ട്സ്, ഇങ്ങനെ നോക്കിയാൽ വിവിധ മേഖലകളിലും ഈ ബുധൻ്റെ സ്വാധീനം
വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറയേണ്ട ബുധനായിരിക്കും അവരുടെ അവർ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തരുന്ന ആളും ബുധനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ ജേർണലിസ്റ്റുകൾ ജേർണലിസം ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ബുധന്. റൈറ്റിംഗ് സ്കില്ല് പ്രത്യേകിച്ച് ബുധൻ്റെ ഇൻഫ്ലുവൻസ് ആണത്. പെട്ടെന്ന് ഒരു മാറ്റർ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു മാറ്റർ എഴുതി കൈ തരും. നല്ലൊരു ബുധൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ. അത് വളരെ സ്പീഡായിരിക്കും, നല്ല ലാംഗ്വേജൊക്കെ കറക്റ്റായിരിക്കും. അവർ ഏത് ലാംഗ്വേജിലാണോ അവരുടെ കഴിവ് ഉള്ളത് അതിൽ നന്നായിട്ട് അവർ പെർഫോം. ഇപ്പോൾ ഈ പത്രമേഖലകളിലും മാസികകളും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ജേർണലിസ്റ്റുകൾ ഒക്കെ എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നവർ കണ്ടിട്ടില്ലേ, പെട്ടെന്നല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? അതിനപ്പോൾ ആ ബുദ്ധിയും ആ സ്കില്ലുമാണ് വേണ്ടത്. അവിടെ ഈ ബുധൻ്റെ ഒരു മേധാവിത്വം അല്ലെങ്കിൽ ഒരു പിന്നെ ഇവിടെ നെർവസ് സിസ്റ്റമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റും കൂടെയാണ് ബുധൻ. നെർവസ് നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. ഓക്കെ. ഈ ബുധൻ ഇപ്പം സാറ് പറഞ്ഞു ബുദ്ധിയുടെ ആളാണ് ബുധൻ. ഇപ്പം ബുധൻ ആയിട്ട് ഈ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഓർഗൻസ് അല്ലെങ്കിൽ മെയിൻലി നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെയാണ് നിൽക്കുന്നത്. ആ ബുദ്ധി, ആ ബ്രെയിൻ വർക്ക് ഉണ്ട്. പിന്നെ ബുധൻ്റെ പൊസിഷൻസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബുധൻ വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായുള്ള അസുഖങ്ങൾ കാണും. ബുധന് റോങ് സൈഡിൽ പവർ ഇല്ലാതെന്നാൽ മെമ്മറി പെശകായിരിക്കും എപ്പോഴും. മെമ്മറിയെ ബാധിക്കും അത്. പിന്നെ ബുധൻ ഡെബിലിറ്റേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ആൾക്ക് ചെറിയ മാനസിക സംഘർഷവും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ബുധൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനും അതിൻ്റെ ഒരു ഡിഗ്രിയൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഹൗസിലാണ് നിൽക്കുന്നത് അത്. അപ്പം പ്രൊഫഷണലുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഈ പറഞ്ഞ മേഖലകളിലൊന്നും ആൾക്കാർ വർക്ക് ചെയ്യത്തില്ല, എത്തിപ്പെടത്തില്ല. ഇൻഷുറൻസ് ഫീൽഡൊക്കെ നിൽക്കുന്നവർക്ക് കണ്ടല്ലോ, എല്ലാം ഒരു കണക്കുണ്ടല്ലോ ഇതിനകത്ത്. ഇത്ര വർഷം ഇന്ന പീരീഡ് ഇന്ന കൂട്ടി കണക്കാണല്ലോ എല്ലാം. ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബുധൻ്റെ പവർ അനുസരിച്ചിട്ട് അവരുടെ ജോലിയിൽ അവർക്ക് ആ ഒരു ഗ്രേഡ് ഏറ്റക്കുറച്ചിൽ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ബുധൻ്റെ ഒരു ജനറൽ ക്യാരക്ടർ. അപ്പം ഇങ്ങനെ വരുന്ന ഒരാൾക്ക് നമുക്ക് കൃത്യമായിട്ടും അതുമായിട്ട് വളരെയധികം നമ്മൾ സമയമെടുത്ത് സംസാരിച്ച് കേട്ട് മനസ്സിലാക്കി ഈ ബുധനാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്ലാനറ്റ് നമുക്ക് എമറോൾഡ് സജസ്റ്റ് ചെയ്യാം, കൊടുക്കാം. ഒരു 1 to 2 ക്യാരറ്റ്സ് നമുക്ക് കൊടുക്കാം, അതിലേക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും സാർ എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ചെറിയൊരു ക്യാരറ്റേജിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതുമായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് വലിയ സ്റ്റോൺസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു ചാർട്ട് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ബുധനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജോബ്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഒക്കെ ആ ഒരു മേഖലയിൽ വരുന്നതാണ്. IT മേഖല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതെല്ലാം ബുധനുമായിട്ടുള്ള എല്ലാം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കരിയർ സ്ട്രക്ചർ ബുധനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എഴുത്തും വായനയും, മനസ്സിലായില്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരു എഴുത്തുകാരനാണെങ്കിലും ആ എഴുത്തിലൂടെ ചിലപ്പോൾ ആൾ വളരെ നന്നായിട്ട് എഴുതും. അതിനകത്ത് വരുന്ന കൺജക്ഷൻസ് ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺജക്ഷൻ ഇപ്പോൾ ബുധൻ്റെ കൂടെ വീനസ് കൺജക്ഷൻ വന്നു കഴിഞ്ഞാൽ ബുധനും ശുക്രനും കൂടെയാണ് നിൽക്കുന്നത്. രണ്ടും വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റാണ്. അപ്പം ആ ഇപ്പോൾ എഴുത്താണെന്ന് വിചാരിക്കുക, എഴുതുന്ന ആളാണെങ്കിൽ അത് വളരെ
കലാപരമായിട്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും നമ്മൾ വായിക്കുന്നവരൊറ്റയടിക്കത് ആ പുസ്തകം വായിച്ച് തീർക്കും നമ്മൾ. പിന്നെ വേർഡിങ്സ് കറക്റ്റായിരിക്കും അവർക്ക്. ഒരു കാര്യത്തിൽ ഒരു വാചകം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ചില വേർഡിങ്ങുകൾ വളരെ അതിമനോഹരമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വീനസിൻ്റെയും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഒരു ക്യാപ്ഷനൊക്കെ എഴുതുമ്പോൾ അത് കറക്റ്റായിരിക്കും. ആ ക്യാപ്ഷൻ കറക്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ അട്രാക്റ്റഡ് ആവും. ആപ്റ്റായിട്ടുള്ള ഒരു സാധനം അവർ കറക്റ്റ് വെട്ടി കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഉള്ള ക്യാപ്ഷൻസ് ആയിരിക്കും വരുന്നത്. തന്നെയല്ല അത് ഇപ്പം പത്രമാധ്യമത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടത് നമ്മൾ ടൈംലി ചെയ്യണമല്ലോ വാർത്തയൊക്കെ കാരണമെങ്കിലേ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എഴുതി പഠിപ്പിച്ചാൽ പോരല്ലോ, അത് ആ കൃത്യസമയത്ത് തന്നെ നമ്മളത് കൃത്യസമയത്ത് തന്നെ. അപ്പോൾ അത് ആ ബുധൻ സ്പീഡ് വർക്കും കമ്മ്യൂണിക്കേഷനുമാണെന്നുള്ളത്. ഇതിപ്പം ഒരു എഴുത്തുകാരൻ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവൻ്റെ എഴുത്തിക്കൂടെയാണ്. ഇനി സെയിൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ബുധനെ കൊണ്ടുള്ള സെയിൽസുകാർ എന്ത് സെയിൽസിലാണെങ്കിലും ബുധൻ ഇൻഫ്ലുവൻഷ്യൽ ആണെങ്കിൽ അവരത് കൃത്യമായിട്ട് അതൊക്കെ വിൽക്കാനുള്ള ഒരു സംസാര രീതിയിൽ വരും. അത് ആ സ്കില്ല് വരും. പിന്നെ ബുദ്ധിയാണ്. അപ്പം നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത്തുമാണ് ബുധൻ. മെൻ്റൽ ഡിസോർഡേഴ്സിനും കാരണക്കാരനാണ് ബുധൻ. അതായത് അതിന് രണ്ട് വശങ്ങളുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ അങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ബുധനുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. എല്ലാം ബുധൻ്റെ ഒരു കീഴ്പ്പെടുന്ന കാര്യങ്ങളാണത്. ഇനി സ്വന്തമായിട്ട് നടത്തുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. നല്ല ലെവലിൽ സ്വന്തമായിട്ട് അതങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പം അതിനകത്ത് 10th ഹൗസ് മാത്രമല്ല, ഇതിനകത്തെല്ലാം 2nd ഹൗസിനും 9th ഹൗസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ബുധൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അതൊരുപാടുണ്ട്. സ്വന്തമായിട്ട് നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വരണം, അതിനകത്ത് ബുധനാണ്. ഇപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനം സ്വന്തമായിട്ട് നടത്തുന്നെങ്കിൽ അതിനകത്ത് ശനിയുടെയൊക്കെ വളരെ ഇൻഫ്ലുവൻസ് വേണം. 2nd ഹൗസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം നോക്കിയിട്ട് മാത്രം ചെയ്താൽ പോരാ. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ചാർട്ടുകളും നമ്മൾ അനലൈസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ അവിടെ വേണം. അത് തന്നെ. പിന്നെ ബുധൻ എന്ന് പറയുമ്പോൾ പച്ച കല്ലാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എമറോൾഡാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പച്ചയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഇവർക്ക് ഫേവറബിൾ ആയിരിക്കും. ആ ഒരു ഗ്രീൻ എനർജി ഓഫീസിലൊക്കെയാണ് നമുക്ക് ചെറിയ ഗ്രീൻ ടച്ച് കൊണ്ടുവരാം. മണി പ്ലാന്റ്സ് പോലത്തെയൊക്കെ നമുക്ക് ഡെക്കറേഷൻ. പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ ഗ്രീനറിയോടും അതുപോലെ തന്നെ നേച്ചറിനോടും ഒരു താല്പര്യം കാണും. അവർക്ക് എല്ലാം അലങ്കരിക്കാനും പിടിക്കാനും. വീട്ടിലൊക്കെ ആണെങ്കിലും തന്നാലും നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് അവരെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ബുധൻ്റെ വളരെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പം ബുധൻ ഗ്രീനാണ്. അപ്പം തന്നെയല്ല, ഗ്രീൻ മാത്രമല്ല, ഗ്രീൻ എന്ന് പറയുമ്പം വെജിറ്റബിൾസ് വരുന്നതിനകത്ത് ഗ്രീൻ വെജിറ്റബിൾസ്, പയർ വർഗ്ഗങ്ങൾ, പ്രധാനമായിട്ട് പച്ചപ്പയർ ഒക്കെ നമുക്ക് ഒരുപാട് ബുധൻ്റെ ഇൻഫ്ലുവൻസ് കൂട്ടും. അപ്പം ഈ ധാന്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധാന്യം കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ അയൺ കണ്ടൻസ് കുറഞ്ഞാൽ, അയണുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനി വളരെ പവർ കുറഞ്ഞിട്ടോ ഒരു നെഗറ്റീവ് സൈഡിലോ രോഗസ്ഥാനത്തോ ഒക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഹീമോഗ്ലോബിനാണ് കുറഞ്ഞു പോകുന്നത്. രക്തക്കുറവ്, ഒരു വിളർച്ചയും വരും. ശരിക്കും നമ്മൾ എള്ള് കൊടുത്ത് നോക്ക്, അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് എള്ള് കൃത്യം നമുക്ക് എള്ളിനകത്ത് മുഴുവൻ അയൺ കണ്ടൻസാണ്. അറ്റ്ലീസ്റ്റ് എള്ളുണ്ട കഴിച്ചാൽ പോലും ചേഞ്ചസ് വരും. ഇതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നീലാഞ്ജനം എന്ന് പറഞ്ഞ വഴിപാട് പണ്ട് കാലം മാത്രമല്ല ഇപ്പോഴും അത് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ശനിയുടെ പീരീഡ്. ഇപ്പോൾ വലിയ അസ്ട്രോളജേഴ്സിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയുമോ ശനി പീരീഡാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് അമ്പലത്തിൽ ഒരു എള്ള് തിരി കത്തിക്കാൻ പറയും.
അപ്പോൾ എള്ള് കത്തുമ്പോൾ അതിനകത്ത് അയൺ ഫ്യൂംസ് വരുന്നത് അരോമതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണത്. അപ്പോൾ നമുക്ക് നമ്മൾ എള്ള് അവിടെ കത്തിച്ച് കഴിയുമ്പോൾ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഫ്യൂം നമുക്ക് കിട്ടുന്നുണ്ട്. അരോമതെറാപ്പി എന്ന് പറയുന്നത് പണ്ടും ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന വലിയൊരു ട്രീറ്റ്മെൻറ്റാണത് ആയിട്ട് നമുക്ക് കയറാം. അപ്പോൾ എള്ള് കത്തുമ്പോൾ ഉണ്ടാകുന്ന അയൺ ഫ്യൂംസ് നമുക്ക് ഉള്ളിലെ ഹീമോഗ്ലോബിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് അമ്പലത്തിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കിട്ടും. അത് വെളിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എള്ളുകിഴിയൊക്കെ വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് അയണാണ് കിട്ടുന്നത്. അവിടെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. നമ്മളുടെ വീട്ടിൽ നമുക്ക് കത്തിക്കാം, നമുക്ക് വീട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പുറകിലുള്ള ഒരുപാട് അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ ഇത് പഴയ കാര്യങ്ങൾ, പഴയ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഭയങ്കര സയൻസാണ്. ഇത് കംപ്ലീറ്റ് എള്ളാണ്. അപ്പോൾ എള്ള് പായസം കൂടെ കഴിച്ചോളൂ എന്ന് പറയും ചിലർ. എന്നാൽ പിന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ എള്ള് പായസം. എള്ള് പായസം നമ്മൾ കൊടുക്കുന്നു. എള്ള് പായസം ഭഗവാന് സമർപ്പിക്കുന്നു. അതിൻ്റെ പ്രസാദം നമുക്ക് കിട്ടുന്നത് എള്ള് പായസം കഴിക്കുന്നപ്പോൾ എള്ളുള്ളിൽ ചെല്ലുന്നു. സിമ്പിൾ മെത്തേഡുകളാണ്. എല്ലാം കണക്റ്റഡും സയൻറ്റിഫിക്കലുമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ബുധനെക്കുറിച്ചും ബുധനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മമേഖല, ജോലി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഏത് തരത്തിലാണ് ബുധൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. സാറ് പറഞ്ഞു ബുധൻ്റെ ആ ഒരു രത്നം മരതകം നമ്മൾ എമറാൾഡ് എന്നാണ് പറഞ്ഞത്. അത് ഉപയോഗിക്കുമ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ നമ്മളൊരു ചെറിയ ക്യാരക്ടേജിൽ ഉപയോഗിച്ച് തുടങ്ങാം. എനിക്ക് തോന്നുന്നു എമറാൾഡ് നമ്മൾ പല എപ്പിസോഡുകളിലും എമറാൾഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഉള്ള ഒരു സ്റ്റോൺ ആണ്, ഒരു രത്നമാണ് എമറാൾഡ്. എമറാൾഡ് നമ്മൾ ഒരുപാട് ഫ്ലോസ് ഉള്ള കല്ലായതുകൊണ്ട് എപ്പോഴും സാധാരണ ആൾക്കാർ വന്നൊരു എമറാൾഡ് വാങ്ങുമ്പം പിന്നീട് അവർ വീട്ടിൽ പോയിട്ട് ലെൻസും അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ജരകൾ, മാർക്കുകൾ, ഒട്ടൻ ഫോൺ വരും. ഈ സാറേ സ്റ്റോൺ അങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ നാച്ചുറൽ ഐഡൻറ്റിറ്റിയാണത്. ഹാർഡ്നെസ് ഇതിനകത്ത്, കാഠിന്യം കൊണ്ടാണ് രത്നങ്ങൾക്ക് ബലം ഉറപ്പും. അറിയാമല്ലോ, ആ അതിനകത്താണല്ലോ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയമണ്ടൊക്കെയാണ് വലിയ ഹാർഡ്നെസ് ഉള്ള സ്റ്റോൺ, അത് ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന കല്ലുകൾ നമുക്ക് സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. അതൊന്നും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെയും ഏറ്റവും താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എമറാൾഡാണ്. അതിന് ഹാർഡ്നെസ് അത്രയേ ഉള്ളൂ. ബെറിൽ എന്ന് പറയുന്ന ഒരു മിനറലാണ് അതിനകത്ത് കണ്ടന്റ് വരുന്നത്. അപ്പോൾ അതിന് ഹാർഡ്നെസ് കുറവാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും അത് വിളഞ്ഞു കഴിഞ്ഞാലും ആ വിളവ് എടുത്താൽ പോലും നമുക്ക് ഇങ്ങനെ അതിനകത്ത് ഒരു ജരകൾ, മാർക്കുകൾ, കറുക നാമ്പ് പോലുള്ള ചില സംഗതികൾ എല്ലാം ഉണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻക്ലൂഷനാണ്. ഒരു എമറാൾഡ് നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് നല്ല ജരയും മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. അത് നാച്ചുറലാണത്. ഒട്ടും അതിനകത്ത് ഒരു മാർക്കും പാടും ഇല്ല, വെറും പച്ച കളർ മാത്രം ഉള്ളെങ്കിൽ നമ്മളൊന്ന് സംശയിക്കും. വല്ല ഗ്ലാസ് ഫില്ലിങ് പോലത്തെ എന്തെങ്കിലും ആണോ എന്നുള്ളതാണ് നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്. അപ്പോൾ ഫ്ലോസ് കണ്ടിട്ട് ആരും അതിനകത്ത് നല്ല കല്ലുകൾക്ക്, നല്ല എമറാൾഡ്സിന് നല്ല ഫ്ലോസ് കാണും അതിനകത്ത്. അതാണ് എൻ്റെ നാച്ചുറലായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോൺ പണിത് കൊടുക്കുമ്പോഴും പറയും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. തട്ടല്, മുട്ടല്, താഴെ വീഴരുത്. എപ്പോഴും നമുക്ക് ഈ ചെറുവിരൽ ഇതിനകത്ത് നല്ലത്. ആണുങ്ങൾക്ക് റൈറ്റ് ഹാൻഡിൽ, ആണുങ്ങൾക്ക് ചെറിയ വിരൽ, ബുധമണ്ഡലമായതുകൊണ്ടത്. എന്നാലും ഞാനിപ്പോൾ ശരിക്കും പറയാം മോതിരവിരലാണ് പറയുന്നത്. കാരണം ഈ ചെറുവിരൽ ഇട്ടവർക്കെല്ലാം ഇത് താഴെ പോവുകയും പിന്നെ ഡാമേജസ് സംഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മോതിരവിരൽ, അതിൻ്റെ പേര് തന്നെ അത് തന്നെയാണല്ലോ, മോതിരവിരൽ എന്നാണല്ലോ അതിൽ യൂസ് ചെയ്യുക നല്ലത്. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ലെഫ്റ്റ് ഹാൻഡിലൊക്കെ തീരെ ചെറിയ മെലിഞ്ഞ് ഒരു പിടുത്തമില്ലാത്ത കല്ല ഈ കൈയാണ്, ഈ വിരലാണ്, അണിവിരൽ. നമ്മളിങ്ങനെ കുടയൊക്കെ ചെയ്താൽ ചിലപ്പോൾ കല്ല് പോകും. മോതിരവിരൽ നമുക്ക് യൂസ് ചെയ്യാതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഒന്നും അറിയാത്ത ആൾക്ക് നമ്മൾ ഈ എമറാൾഡ് കൊടുക്കുമ്പോൾ ചെറിയ ക്യാരറ്റ് കൊടുക്കുന്നു. വലുതായി കഴിഞ്ഞാൽ നല്ല വലിയ കല്ല് യൂസ് ചെയ്യാം. ഇതെല്ലാം ടൈമും ബർത്ത് ഡീറ്റെയിൽസും ഉള്ള ഒരാൾക്ക് അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ആൾ വരേണ്ട കാര്യം പോലും ഇല്ല. ഓൺലൈനിൽ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ളൊരു
ക്യാരറ്റ് ഇടുന്ന ആണ് നല്ലതല്ലേ. പ്രത്യേകിച്ച് ഇതിന്റെ ഹാർഡ്നെസ് കുറവായതുകൊണ്ട് കുറച്ച് ക്യാരറ്റേജ് ഹാർഡ്നെസ് കുറഞ്ഞ കല്ലുകൾ ക്യാരറ്റേജ് കൂടുതൽ വേണം. ഹാർഡ്നെസ് കൂടിയ കല്ലുകൾക്ക് ക്യാരറ്റേജ് കുറഞ്ഞു മതി. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൂക്കമാണ് 200 മില്ലി ഒരു ക്യാരറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ എമറാൾഡ്സിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുള്ളൊരു അല്ലെങ്കിൽ പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എവിടുന്നുള്ള എമറാൾഡാണ്, അത് സാമ്പിയൻ ആണോ കൊളംബിയൻ എമറാൾഡ് ആണോ, അതിന്റെ കളറുള്ള ഡിഫറൻസ്, അങ്ങനെ ഡിഫറെന്റ് മൈനിൽ നിന്ന് വരുമ്പം അതിന്റെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണങ്ങളിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മൾ എമറാൾഡൊക്കെ പഴയ മൈനുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കൊളംബിയ സാമ്പിയ ഒക്കെ ആണെങ്കിലും പിന്നീട് ഒരുപാട് മൈനുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചാൽ കൊളംബിയ ആദ്യം വരും. കൊളംബിയയിലൊക്കെ ഉള്ള പ്രൊഡക്ഷൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിലയാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വിലയാണ് അതിന് കൊളംബിയൻ എമറാൾഡിനൊക്കെ. അതിനകത്തും ബെർൽ എന്ന് പറഞ്ഞ മിനറലും 7.5 ഹാർഡ്നെസ്സും സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ സാമ്പിയയുടെ എടുത്താൽ സാമ്പിയ കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കൊക്കെ സാമ്പിയയുടെ എമറാൾഡ്സും നല്ലോണം ഉണ്ട്. അപ്പോൾ അത് സാമ്പിയൻ എമറാൾഡ്സ് എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ സാമ്പിയയിലെ ഉള്ളതും കുറച്ചുകൂടെ ഗ്രീനിഷ് ആയിട്ട് ഭംഗിയുള്ള കല്ലുകളാണ്. ഈ മിനറൽ കണ്ടന്റ് അപ്പോഴും സെയിമാണ്. ഈ പച്ച നിറം കുറച്ച് നല്ലതാണ്. ഇപ്പം ബ്രസീലിയൻ എമറാൾഡ് വരുന്നുണ്ട്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ഇപ്പം നമുക്ക് മൈൻ ഇഷ്ടം പോലെ ഉണ്ട്. പുതിയ മൈനുകൾ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല പച്ച കളറാണ്. ബ്രസീലിനാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ സർപ്ലസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വിലയും കുറവുണ്ട്. കൊളംബിയനും സാമ്പിയൊക്കെ മേടിച്ചിടാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഒട്ടും മോശമല്ല. കൊളംബിയൻ ഇട്ടുകൊണ്ട് കുറച്ച് ഭംഗി കാണും, കുറച്ച് ആ ഒരു എന്നാലും നാച്ചുറലായിട്ടുള്ള നേച്ചറിൻ്റെ ഒരു പച്ചപ്പ് ഈ ബ്രസീലിനൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു മൈനിലെ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല കല്ലായിരിക്കണം, നാച്ചുറൽ ഇൻക്ലൂഷൻസ് കാണണം. ബ്ലാക്ക് സ്പോട്ടുകളല്ല, നാച്ചുറലായിട്ട് അല്ലാത്തുള്ള ഇൻക്ലൂഷൻസ് നമുക്ക് കാണണം. കാരണം നമ്മുടെ ബ്രെയിൻ വർക്കുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഈ എംബ്രാൾഡ്സിന് സാറ് പറഞ്ഞു ഹാർഡ്നെസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകമായിട്ട് എന്തെങ്കിലും സൂക്ഷിക്കണം വെച്ചാൽ അമിതമായിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഇതിനെ എഫക്റ്റ് ചെയ്യുമോ? മിതമായിട്ടുള്ള ചൂട് ഒരു സ്റ്റോണിനും നല്ലതല്ല. ഡയമണ്ടിനൊന്നും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ബാക്കി കല്ലുകൾക്കെല്ലാം ഒരുപാട് ചൂടിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നേരെ തീയുടെ ചുറ്റുമൊക്കെ അതൊക്കെ പോവും. നാച്ചുറലായിട്ടുള്ള സംഗതികളല്ലേ, അപ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഓയിലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓയിലിംഗ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. മോതിരം വേണമെങ്കിൽ ഊരിയിട്ട് ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാണല്ലോ, എന്നിട്ട് സാറ്റർഡേ നൈറ്റിൽ ഒരു ഓയിലിട്ട് വെച്ചാൽ മതി. ഞായറാഴ്ച പകലപ്പഴങ്ങളും എടുത്ത് തുടച്ച് വീണ്ടും ഇടാം. അപ്പം ഓയിലിംഗ് കൊണ്ടാണ് ഇതെല്ലാം. ഈ ഗോമേതകം, എസ്പെഷ്യലി ഗോമേതകം, എമറാൾഡ് എല്ലാം നമ്മൾ വെറുതെ ഇരുന്നാൽ ഡ്രൈ ആയി പോയിട്ടത് ബ്രേക്ക് ആകുകയും ചെയ്യും. അങ്ങനെ ഡാമേജ് ആകാനുള്ള ഡാമേജ് ആണ്, ഫ്രാക്ചർ വീഴും പെട്ടെന്ന്. കല്ലിരുന്നങ്ങ് പെട്ടെന്ന് ഇതായി പോവും, വരണ്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ ഓയിലിട്ട് വെച്ചിരിക്കുക. ആൽമണ്ട് ഓയിലിലോ അല്ലെങ്കിൽ വിർജിൻ കോക്കലിലോടോ ഇട്ട് വെക്കുന്നു. പിന്നെ അത് വീണ്ടും നമ്മൾ കല്ലെപ്പോൾ വന്നാലും എമറാൾഡ്സ് പർച്ചേസ് ചെയ്യാൻ ഓയിലിട്ടാണ് വരുന്നത്. ചില പർച്ചേസർമാർ വരുമ്പോൾ തന്നെ അത് ഓയിലിനകത്തായിരിക്കും കൊണ്ടുവരുന്നവർ. ഓയിൽ മയത്തിലേ വരത്തുള്ളൂ. പിന്നെ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ തൂക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു രത്നത്തിലേക്ക് ഉപയോഗത്തിലേക്ക് പോകുമ്പം അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ എമറാൾഡൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമുക്ക് ഒരു കല്ല് മാത്രമല്ല, ഈ ഗ്രീൻ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഗ്രീൻ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ അങ്ങനെയുള്ളവർ ശ്രമിക്കണം. അതുപോലെ തന്നെ വാൾനട്ട്സ് ബ്രെയിനുമായിട്ട് ഏറ്റവും കണക്ട്. നിങ്ങളൊരു വാൾനട്ടിൻ്റെ പിക്ചർ നോക്ക്, കറക്റ്റ് നമ്മുടെ ബ്രെയിനുമായിട്ട്, ബ്രെയിനിൻ്റെ പിക്ചറും വാൾനട്ടിൻ്റെ പിക്ചർ നമ്മൾ ദൂരെ നോക്കിയാൽ ഒരേപോലെ ഇരിക്കും. ചിലപ്പോൾ വാൾനട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് ധാരാളം കഴിക്കാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഈ ബുധനായിട്ട് ബന്ധപ്പെട്ട് രത്നം മാത്രമല്ല, നമുക്ക് പ്രകൃതി തരുന്ന വേറെ പലതും നമുക്ക് ഉപയോഗം. ഒരു രത്നം കൊണ്ട് മാത്രം ഇട്ടിട്ട് ഒന്നും
നമ്മൾ വിചാരിക്കരുത് നമ്മുടെ പ്രോബ്ലംസ് തീർന്നെന്നോ ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്നോ കാണരുത്. ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ടുണ്ട്. ആ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ക്ലീനായിട്ട് നന്നായിട്ട് വരും. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, പ്രകൃതിയുടെ ഗൈഡൻസ് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക. പ്രകൃതി എല്ലാത്തിനും ഗൈഡൻസ് തന്നിട്ടുണ്ട്. നിനക്ക് ഇന്ന ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ടിനകത്ത് നമ്മുടെ ശരീരത്തിലെ ഓർഗൻ അവയവത്തിൻ്റെ ഷേപ്പ് കാണും. ഇതിന് അവക്കാഡോ ഒക്കെ ഉണ്ടല്ലേ, യൂട്രസിൻ്റെ ഷേപ്പിലാണ് അത് ഇരിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ രത്നശാസ്ത്രയുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട്. നമസ്കാരം.